رسوله الأمين وعلى آله وصحبه أجمعين. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. اللهم صل على سيدنا محمد صلى الله عليه وسلم النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت ليلتنا فادركنا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم لتسألن يومئذ عن النعيم. صدق الله العلي العظيم. وقال النبي المصطفى محمد صلى الله عليه وسلم: من ضيع سنتي حرمت عليه شفاعتي. صدق رسوله الكريم. പവിത്രമായ വേദിയുടെ സമാധാനീയനായ അധ്യക്ഷൻ KRJM വൈസ് പ്രസിഡന്റ് കൂടിയായ ഫൈസൽ ദാരിമി, സ്വാഗതം ആശംസിച്ച ജനറൽ കൺവീനർ അബ്ദുൽ ഗഫൂർ ബാക്കവി, പ്രാർത്ഥന നടത്തി വേദിയെ അർത്ഥധന്യമാക്കിയ കുഞ്ഞിപ്പള്ളി ഖത്തീബ് കൂടിയായ മുജീബ് റഹ്മാൻ ദാരിമി, ഖറാത്ത് കൊണ്ട് വേദിയെ തൊട്ടു നടത്തിയ ഹാഫിം മുഹമ്മദ് അലീം കൊച്ചാട്, സാന്ദർഭികമായ അർത്ഥസമ്പുഷ്ടമായ അതിലേറെ അർത്ഥഗാംഭീര്യമായ സന്ദേശവും ആദർശവും കൈമാറി ഉദ്ഘാടനം ചെയ്ത അസാന്നിധ്യത്തിലെങ്കിലും ആ പേരോർക്കുകയാണ് ശൈഖുന PP ഉമർ ഉസ്താദ്. ബഹുമാനായ കരീം ചാലേരി ബഷീർ സാദി, SPV സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ബഹുമാനായ അഫ്സൽ അഹമ്മദ്, കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ സി ഇറമുള്ള, ബഹുമാനായ ഹാമിദ് കോയ ഹാജി, KT ഇസ്മായിൽ, നൂറുദ്ദീൻ, CH ഹാഷിം, മൂസക്കുട്ടി, ഹാരിസ് കക്കാട്, റിയാസ്, ഖാലിദ് ഹാജി, അബ്ദുള്ള അത്താഴക്കുന്ന, അഷ്റഫ് മൗലവി, PM ഖാലിദ്, ഇസ്മായിൽ, ഷാഫി ദാരി, റിയാസ് പള്ളിപ്പുറം, ഷമീർ കക്കാട്, ഷമീർ പള്ളിപ്പുറം, എൻ്റെ പ്രിയ സുഹൃത്തും ആത്മീയമായ ഹംസ നിസാമി പോലെയുള്ള സ്റ്റേജിലും താഴെയുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പണ്ഡിതന്മാരെ, വന്യവയോധികരായ കാരണവന്മാരെ, സുദീർഘമായ നിസ്വാർത്ഥ സേവന പാഠവും കൊണ്ട് പ്രായാധിക്യത്തിൽ എളിമയോടെ ഒരു വന്യവയോധികനായ പണ്ഡിതന്റെ അരികിൽ നിന്ന് അവാർഡ് വാങ്ങി പിന്നെയും വിട്ടുപിരിയാതെ ഈ സദസ്സിന്റെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടും അല്ലാഹുവിന്റെ തൃപ്തി കാക്ഷിച്ചുകൊണ്ടും ശക്തമായ തണുപ്പിനെയും മഞ്ഞിനെയും പുറംകാലം കൊണ്ട് തട്ടിമാറ്റി പാവപ്പെട്ട മുതാലിമിന്റെ ശബ്ദം ശമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ,
തിന്നഫലവും മണ്ണഫലവും കാണിക്കാൻ വേണ്ടി നുണച്ചാക്കും പണച്ചാക്കും ഇറക്കുമതി ചെയ്തു. ആദർശമില്ലാത്തതിന്റെ പേരിൽ ആമാശയത്തിന്റെ കോപ്പരാട്ട് തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന മായാലോകത്ത് കളങ്കമില്ലാത്ത നിസ്വാർത്ഥമായ നിഷ്കളങ്കമായ ദീനി സേവന സംരംഭത്തിന്റെ ഉദാത്തമായ പ്രോജ്വലമായ ഉത്കൃഷ്ടമായ പല സംരംഭങ്ങൾക്കും പദ്ധതിയിട്ടുകൊണ്ട് അതെല്ലാം വിജയിപ്പിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണേ. ആകാവുന്ന പ്രവർത്തനങ്ങളും സഹായങ്ങളും ചെയ്യണേ എന്ന് വിശദീകരിച്ച് പറയാം. 2 ദിവസങ്ങളിലായി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ദീനി പ്രബോധന സദസ്സിന്റെ ആരംഭമാണ് ഈ സംഗമം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സുഖങ്ങളിൽ മതിമറക്കാത്ത വിശ്വാസി എന്നാണ് ഞാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ചർച്ചാ വിഷയം. ആമുഖമായി മറ്റു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആവശ്യമില്ലാതെ സമയം നഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ഞാൻ ഏൽപ്പിക്കപ്പെട്ട വിഷയത്തിലേക്ക് സഹൃദയരായ സ്നേഹജനങ്ങളെ ആദരവോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സുഖങ്ങളിൽ മതിമറക്കാത്ത വിശ്വാസി എന്നാണ് ഞാൻ ചർച്ച ചെയ്യേണ്ട ഫലവാചകം. ഇവിടെ സുഖവും വിശ്വാസവും ഈ ശീർഷകത്തിൽ ഒരുപോലെ മേളിച്ചതായി കാണുന്നു. സുഖത്തിന്റെ കേന്ദ്രവും വിശ്വാസത്തിന്റെ കേന്ദ്രവും മനസ്സാണ്. വിശ്വാസം എന്നതിനെ അറബിയിൽ ഉപയോഗിക്കപ്പെടുന്ന ലഫ്ദ് പ്രയോഗം എല്ലാവർക്കും അറിയുന്ന ഈമാൻ എന്നതാണ്. ഈമാൻ എന്നതിന്റെ ഡെഫിനിഷൻ التصديق بما علم مجيء النبي صلى الله عليه وسلم بالضروره എന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതായി അനിഷേധ്യമായി അറിയപ്പെട്ട കാര്യങ്ങളൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങി അരക്കി തുറപ്പിക്കുന്ന അവസ്ഥയ്ക്കാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതിന്റെ കേന്ദ്രം ഹൃദയമാണ്. സുഖത്തിന്റെയും കേന്ദ്രം ഹൃദയമാണ്. സുഖവും ദുഃഖവും സമ്മിശ്രമായി അനുഭവിക്കുന്ന ആലമിലെ ഒരേ ഇടം ദുനിയാവ് മാത്രമാണ്. അതുകൊണ്ടാണ് സുഖം മാത്രം ഉണ്ടായിരുന്ന സ്വർഗത്തിൽ നിന്ന് നാം ദുനിയാവിലേക്ക് തിരസ്കൃതരാക്കപ്പെട്ടത്. സ്വർഗത്തിൽ കഴിയുകയാണെങ്കിൽ സുഖം മാത്രമേ അറിയുകയുള്ളൂ, നരകത്തിൽ കഴിയുകയാണെങ്കിൽ ദുഃഖം മാത്രമേ അറിയുകയുള്ളൂ. സുഖവും ദുഃഖവും സമ്മിശ്രമായി അനുഭവിക്കുന്ന ഒരു സ്ഥലം അത് ദുനിയാവ് മാത്രമാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ ദുഹായിൽ വല്ലുഹാ വല്ലൈലി ഇദാ സജാ എന്ന് പറഞ്ഞത്. ദുഹാ എന്ന് പറഞ്ഞാൽ നഹാറിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ലൈലി എന്ന് പറഞ്ഞാൽ രാത്രി മുഴുവനുമാണ്. ഇവിടെ എന്തേ വന്നഹാരി വല്ലൈലി എന്ന് പറയാതെ വല്ലുഹാ വല്ലൈലി എന്ന് പറഞ്ഞത് എന്ന് ചർച്ച ചെയ്തുകൊണ്ട് മഹാന്മാരായ ആരിഫുകൾ രേഖപ്പെടുത്തുന്നത് വന്നഹാരി വല്ലൈലി എന്ന് പറയാതെ ലൈലി മുഴുവനും നഹാറിൽ ഒരു ചെറിയ ഭാഗം മാത്രം പറയാനുള്ള കാരണം നഹാറി എന്നത് പ്രകാശമാണ്. പ്രകാശം എന്നത് സുഖത്തിന്റെയും സന്തോഷത്തിന്റെയും മേലിൽ അറിയിക്കുന്നതാണ്. ലൈലി എന്നത് ഇരുട്ടാണ്. ഇരുട്ട് എന്നത് ദുഃഖത്തിന്റെ മേലിൽ അറിയിക്കുന്നതാണ്. അപ്പൊ ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ കുറച്ച് സന്തോഷവും ഒരുപാട് ദുഃഖവും ഉള്ള നാടാണ് എന്നതിലേക്ക് സൂചനയായിട്ടാണ് വന്നഹാരി വല്ലൈലി എന്ന് പറയാതെ വല്ലുഹാ വല്ലൈലി എന്ന് പറയാനുള്ള കാരണം എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. അപ്പൊ ഇവിടെ ഒരുപാട് ദുഃഖത്തിന്റെയും കുറച്ച് മാത്രം സന്തോഷത്തിന്റെയും സ്ഥലമാണ്. ഏത് മനുഷ്യനും അത് ജാതി നോക്കണ്ട, മതം നോക്കണ്ട, വർഗം നോക്കണ്ട, ദേശഭാഷകൾ നോക്കണ്ട, ഏത് ഫീൽഡിലാണെങ്കിലും, എത്ര വലിയ പണക്കാരനാണെങ്കിലും, അത് പണിക്കാരനാണെങ്കിലും, രാജാവാണെങ്കിലും, മടിമയാണെങ്കിലും വളരെ വിരളം മാത്രമേ സുഖിക്കൂ. ഏറിയ സമയവും ദുഃഖമായിരിക്കും. ദുഃഖം ഹൃദയത്തിന്റെ സുഖവും ദുഃഖവും അതിന്റെ അടിസ്ഥാനം, അതിന്റെ കേന്ദ്രം, അതിന്റെ സ്രോതസ് അത് ഹൃദയമാണ്. അതുകൊണ്ടല്ലോ അമേരിക്കയിൽ പടിയിറങ്ങിയ ബറാക് ഒബാമ ദുഃഖത്തിലാണ്, ജയിച്ച ട്രംപും ദുഃഖത്തിലാണ്. കാരണം എതിരാളികളുടെ പ്രകടനം അത് നിലക്കാത്ത തിരമാല പോലെ അലയടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാസ്ഥ്യമായ നിദ്ര പോലും നിഷേധിക്കപ്പെട്ടുകൊണ്ട് അതേ ദുഃഖത്തിലാണ്. ഭരണം എന്തായി പോകുമെന്ന് ആശങ്കയാണ്. കൂട്ടുപിടിച്ച റഷ്യ ഇനി എന്ത് ചെയ്യുമെന്ന് ബേജാറിലാണ്.
ഇതൊക്കെ ഒന്ന് ഒതുങ്ങാൻ എന്താ വേണ്ടത് എന്ന് ചിന്തയില്ല, സമാധാനമില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കാര്യം എടുത്താലും നോട്ടിച്ചില്ല ആളുകൾ മരിച്ചതിന്റെ പേരും താൻ ചോദിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി പരാജയപ്പെട്ടതിന്റെ പേരിലും സ്വാസ്ഥ്യമായ ഒരവസ്ഥയില്ലാതെ ദുഃഖത്തിലാണ്. ലോകത്തെ ഏറ്റവും വലിയ മുതലാളിമാർ ദുഃഖത്തിലാണ്. അമേരിക്ക കണ്ട ഏറ്റവും വലിയ 9 മുതലാളിമാരുടെ ചരിത്രം എന്റെ കയ്യിലുണ്ട്. അതിൽ 6 ആളുകൾ മാനസികമായി തീരെ സ്വസ്ഥതയില്ലാത്തത് കൊണ്ട് തൂങ്ങിച്ചത്തവരാണ്. കാരണം മനുഷ്യന്റെ സമാധാനം പണത്തിലല്ല, അധികാരത്തിലല്ല. മനുഷ്യന്റെ സമാധാനം മറ്റൊരു കാര്യത്തിലാണ്. അതെന്താണെന്ന് ഇൻഷാ അല്ലാഹ് പറയും. അപ്പോ ഈ ദുനിയാവിൽ മനുഷ്യൻ വന്നതൊരു പ്രധാനമായ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനിടയിൽ ഒരു വിശ്വാസിക്ക് ഒരിക്കലും തന്നെ താൽക്കാലികമായ നിയമത്തിൽ മതിമറന്നുകൊണ്ട് ആഡംബരത്തിന്റെ, ആക്രോശത്തിന്റെ, ആക്രാന്തത്തിന്റെ, അഹംഭാവത്തിന്റെ, പൊങ്ങച്ചത്തിന്റെ, സുഖാഡംബരങ്ങളുടെ അനുഭൂതികളിലൂടെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ അന്വേഷിച്ചുകൊണ്ട് സുഖോത്ഭതനായി ഗമിക്കാൻ ഒരിക്കലും കഴിയൂല. ഒരിക്കലും കഴിയില്ല. അവരുടെ എത്ര വലിയ പണക്കാരനാണെങ്കിലും, അവരെത്ര സമ്പന്നനായ നേതാവാണെങ്കിലും, അധികാരിയാണെങ്കിലും, ഈമാനുള്ള ആളുകളുടെ കയ്യിലുള്ള പച്ചതൊക്കെ വന്നേക്കാം, പക്ഷെ സൂക്ഷിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? അവൻ അല്ലാഹുവിന്റെ അമാനത്ത് വാഹകനാണ്. അല്ലാഹുവിന്റെ അമാനത്ത് വാഹകനാണ്. ലോ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിയൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്. ആകാശത്തിന്റെ അമ്പളിക്ക് മുത്തം കൊടുത്തുയർന്നു നിൽക്കുന്ന പർവ്വത പാറകത്തുകളിലേക്ക് സന്നിവേശിപ്പിച്ച ആ പർവ്വതങ്ങൾ അടിഞ്ഞമർന്ന് തകർന്ന് തരിപ്പണമാകുന്ന വിശുദ്ധമായ ഖുർആനിന്റെ 6666 ആയത്തുകളിലായി പരന്നു കിടക്കുന്ന മൊത്തം തത്വങ്ങൾ ഹൃദയത്തിൽ വഹിച്ചവനാ. പർവ്വതങ്ങളും ആകാശങ്ങളും ഭൂമിയുമൊക്കെ പിൻവാങ്ങിയ അമാനത്തെന്ന പടച്ചവന്റെ സ്വത്തിന്റെ സൂക്ഷിപ്പുകാരനാ. അതുമായാണ് കടന്നു പോകുന്നത്. ഏശനിയുടെ, ഭീഷണിയുടെ, പരാജയത്തിന്റെ, പോർവിളിയുടെ, സംഘട്ടനത്തിന്റെ, പരീക്ഷണത്തിന്റെ പോർക്കളമായ ദുനിയാവിലൂടെയാ ഈ അമാനത്ത് തകർക്കാൻ അവന്റെ പ്രകൃതിയിൽ തന്നെ അതിന്റെ ശത്രുവായ ശപിക്കപ്പെട്ട പിശാചിന് പരീക്ഷണാർത്ഥം സർവശക്തനായ അല്ലാഹു സന്നിവേശിപ്പിച്ചിരിക്കുകയാ. അതിനെ പുറമേ അൽ ഖുവത്തുൽ ബഹീമിയ, അൽ ഖുവത്തുസ് സബഇയ, അൽ ഖുവത്തുസ് ശൈത്താനിയ എന്നൊക്കെ പറയുന്ന സ്വാഭാവികമായ പ്രകൃതിയുടെ ചാപ്പല്യങ്ങള് അവന്റെ ഈമാന് നെക്കിക്കൊല്ലാൻ വേണ്ടി പരിശ്രമിക്കുമ്പോ ഈമാനില്ലാതെ മരണം വരിച്ചാൽ കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാലയിലേക്ക് നിത്യവിറകുവള്ളിയായി വലിച്ചെറിയപ്പെടുന്ന അപകടമാണ് അവനെ കാത്തിരിക്കുന്നതെങ്കില് ഈ ചിന്തക്കിടയില് ഏത് വലിയ സുഖം കിട്ടിയാലും, ആഡംബരത്തിലൂടെ കടന്നുപോയാലും, സുഭിക്ഷമായി കഴിച്ചാലും, രസകരമായി കുടിക്കാൻ കിട്ടിയാലും, വലിയ മണിമന്ദിരങ്ങൾ അവന്റെ മുമ്പിൽ ഉണ്ടായാലും ഒരിക്കലും മതിമറന്നുകൊണ്ട് സുഖിക്കാൻ അവനെ കഴിയൂല. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ഇത് കുറച്ച് എത്ര വലിയ സുഖം അതിന്റെ സൗന്ദര്യം കിട്ടിയാലും മതിമറക്കാൻ വിശ്വാസിക്ക് കഴിയില്ല. എന്തുകൊണ്ട്? അവന്റെ മുമ്പിലുള്ള ഓരോ കാര്യങ്ങൾ, മുമ്പിലുള്ള കാര്യം എന്താ? മരണം, പിന്നെയുള്ള എന്താ? കബർ, പിന്നെയുള്ള എന്താ? മേശർ, പിന്നെയുള്ള നരകം. ഇനി എന്ത് കൈകിട്ടിയെന്ന് സൂക്ഷിക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ഈ കൂട്ടത്തില്
വയറിൽ മഴയുള്ള ആളുകളുണ്ട്. എന്നോട് ഇങ്ങോട്ട് വരുമ്പോൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ ശിഫ പ്രദാനം ചെയ്യട്ടെ. ഈ ആള് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ക്യാൻസർ രോഗികളുണ്ട്. അല്ലാഹു തആല ശിഫ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ഇവരൊക്കെ രണ്ട് മഴയുണ്ട്. മഴ പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ക്യാൻസർ സാധ്യതയുണ്ട്. അയച്ചിട്ടുണ്ട്, പരിശോധനയ്ക്ക് വേണ്ടി ബാംഗ്ലൂരിലേക്ക് അയച്ചിട്ടുണ്ട്. റിസൾട്ട് വ്യാഴാഴ്ചയാണ് കിട്ടിയ രാവിലെ എന്ന രീതിയിൽ ഡോക്ടർ പറഞ്ഞ ഒരു വ്യക്തി ഇപ്പൊ ഈ സദസ്സിലുണ്ടെങ്കിൽ നമ്മളൊന്ന് ഇരിക്കുന്ന പോലെ ആയിരിക്കുമല്ലോ വൈക്കാം. വ്യാഴാഴ്ച എന്തായിരിക്കും റിസൾട്ട് കിട്ടുക? ഞാനെങ്ങനെ ആള് പറയുന്നുണ്ടാവും, അദ്ദേഹം ആള് കേൾക്കുന്നുണ്ടാവും. അല്ലാതെ ഈ ഇരിക്കുന്ന സദസ്സിൽ ഒരാളിരിക്കും പോലെ ആയിരിക്കില്ല അദ്ദേഹം ഇരിക്കുന്നത്. അദ്ദേഹത്തിന് ശബ്ദമൊക്കെ വേറെ ഉടവായിരിക്കും അല്ലെ? ഞാൻ ഒരു ഉദാഹരണം നിങ്ങളോട് പറയാം. എന്നോട് ഇപ്പൊ ആരെങ്കിലും ഒരു ചാക്ക് നിറയെ സ്വർണ്ണം എനിക്ക് തന്നു, നല്ല സുഖം ഏർപ്പാടല്ലോ. ഒരു ചാക്ക് നിറയെ സ്വർണ്ണം എനിക്ക് എന്നിട്ട് തലയിൽ വെച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കണ്ണൂർ ടൗണിൽ പോയിട്ട് എവിടെയെങ്കിലും ഒരു വീടെടുത്തിട്ട് കഴിഞ്ഞോളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇവിടുന്ന് കണ്ണൂരിലേക്ക് എത്തുന്ന സമയത്ത് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. കാരണം ഈ ചാക്ക് തട്ടാൻ വേണ്ടി എല്ലാ സ്ഥലങ്ങളിലും കള്ളന്മാർ ഉറപ്പുവെച്ചുകൊണ്ട് കഴിയുന്നുണ്ട്. നിങ്ങൾ കൊന്നിട്ടെങ്കിലും ചാക്ക് തട്ടും. അതുകൊണ്ട് അങ്ങോട്ട് എത്തിക്കുന്ന കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. അവിടെ എത്തിയ നിങ്ങൾ ഇഷ്ടംപോലെ ജീവിച്ചോ, നിങ്ങൾ സുഖിച്ച് ജീവിച്ചോ, പക്ഷെ അവിടെ എത്തുന്ന വരെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയരുത്, ഒറ്റയ്ക്ക് പോരുന്നൊക്കെ പറഞ്ഞാൽ. ഇനി ഞാൻ ഇവിടുന്ന് കണ്ണൂരിലേക്ക് ഒരു ചാക്ക് സ്വർണ്ണമായിട്ട് പോകുന്ന സമയത്ത് ഇടയിൽ എന്താണുള്ളത്, എന്നോട് അവിടെ പോയി ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ഇടയിലുള്ള ലൈറ്റും ബിൽഡിങ്ങുകളും ഡാൻസും ഗാനമേളയും ഒന്നും ഞാൻ ശ്രദ്ധിക്കില്ല. ഇത് കൊള്ളക്കാരെ കൈപ്പെടാതെ എങ്ങനെ ഒന്ന് കണ്ണൂരെത്തുക എന്ന് മാത്രമായിരിക്കും എന്റെ ശ്രദ്ധ. എന്നതുപോലെ ഒരു പൊമ്പിനായ മനുഷ്യൻ വലിയ കൊട്ടാരത്തിലാണ് താമസിക്കുന്നതെങ്കിൽ, സുലൈമാൻ നബി സ്വല്ലല്ലാഹു താമസിച്ചിട്ടുണ്ടല്ലോ വലിയ രാജാവായിട്ട്, അങ്ങനെയാണെങ്കിലും അവന്റെ വേദന മൊത്തം മരിക്കുന്നത് വരെ കൊള്ളസംഘമാകുന്ന പിശാചും അനുയായികളുടെയും കയ്യിൽ ഈമാനാകുന്ന ഈ സ്വർണ്ണച്ചാക്ക് പെടാതെ പരലോകമാകുന്ന കരയിലേക്ക് എങ്ങനെയാണ് ഇതൊന്ന് എത്തിക്കുക എന്ന വിഷയത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തിയ ഇനി സുഖങ്ങളിൽ മതിമറക്കാൻ വിശ്വാസിക്ക് കഴിയില്ല, ഒരിക്കലും കഴിയില്ല. എന്തുകൊണ്ട്? കൽബാകുന്ന അലമാരക്കകത്ത് അല്ലാഹു നിക്ഷേപിച്ചിട്ടുള്ള ഒരു സ്വർണമുണ്ട് മോനെ. ദുനിയാവിലുള്ള സ്വർണം കൊണ്ട്, ദുനിയാവിലുള്ള വെള്ളി കൊണ്ട്, വൈഡൂര്യം കൊണ്ട്, ദുനിയാവിലുള്ള കറൻസി കൊണ്ട്, ദീനാറ് കൊണ്ട്, ദിർഹം കൊണ്ട്, റിയാൽ കൊണ്ട്, ഡോളർ കൊണ്ട് മോനെ നിർമ്മിക്കാൻ കഴിയുന്നത് വലിയ കൊട്ടാരമാണെങ്കിലോ ആ കൊട്ടാരം മുരുമ്പുന്നതാ, കമ്പി ധരിക്കുന്നതാ, കുമാരം പൊളിയുന്നതാ, സിമന്റ് തകരുന്നതാ, കാലപ്പഴക്കമനുസരിച്ചുകൊണ്ട് ആ കൊട്ടാരം നശിക്കുന്നതാ. നശിക്കാത്ത ശാസ്ത്രീയമായ പരുവത്തിൽ സൗകര്യപ്പെടുത്തി നിർമ്മിച്ചിട്ടുള്ള വലിയ മാർബിൾ കൊട്ടാരമാണെങ്കിലും മോനെ, ആ കൊട്ടാരത്തിൽ പാർക്കുന്ന നീ അതാ പ്രായം കൂടുന്നതനുസരിച്ചുകൊണ്ട്, മുടി നിരക്കുന്നതനുസരിച്ചുകൊണ്ട്, തൊലി ചുളിയുന്നതനുസരിച്ചുകൊണ്ട്, ഊരങ്ങ് വളഞ്ഞുകൊണ്ട് വടിയെടുത്ത നിനക്ക് ചെകിട് കേൾക്കൂല, കണ്ണു കാണൂല, അതാ കറിയുടെ രുചി അറിയൂല, ഭക്ഷണത്തിന്റെ ടേസ്റ്റ് അറിയൂല, കട്ടിയുള്ളത് കഴിച്ചാൽ ദഹിക്കൂല, ദഹിച്ചാൽ പുറത്തേക്ക് വരൂല, പുറത്തേക്ക് വന്നാൽ ശുദ്ധിയാക്കാൻ കഴിയൂല. പൊന്നുമോനെ, ആ വീട്ടിൽ ഞരങ്ങിയ പരീക്ഷണത്തിന്റെ പാറക്കെട്ടുകൾക്കിടയിൽ ലോകാണുക്കളെ അതിനെയായി നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കഴിയുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട വിശ്വാസികളെ, അങ്ങനെയുള്ള കൊട്ടാരങ്ങളിൽ നിന്ന് നാം അങ്ങ് കണ്ണടക്കപ്പെട്ടാൽ, റൂഹങ്ങ് പിരിഞ്ഞാൽ, ഹയാത്തങ്ങ് പരലോകത്തേക്ക് വിക്ഷേപിക്കപ്പെട്ടാൽ ഇനി കൊട്ടാരമില്ല, സുഗോല പദവിയുടെ പറുദീസയില്ല, സോഫ്റ്റായ മെത്തയില്ല, സ്പ്രിംഗ് ആക്ഷനുള്ള തലയണയില്ല, 3 കണ്ണം തുണിയിൽ പൊതിയപ്പെട്ട് മൂക്കിലൽപ്പം പഞ്ഞുമായി ആറുകാലുള്ള കട്ടിലുകാരായിട്ട് 6 അടി മണ്ണാകുന്ന ഇരുട്ടുകൊണ്ട് പെയിന്റിട്ട കബറാകുന്ന മണ്ണറക്കകത്തേക്ക് കബൾ വെച്ചുകൊണ്ട് കിടക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, കബൾ വെച്ചുകൊണ്ട് കിടക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, കബൾ വെച്ചുകൊണ്ട് കിടക്കുന്ന
കിടക്കുന്ന പ്രിയപ്പെട്ട കാരണവന്മാര്, ഈ യാത്രക്കിടയിൽ എവിടെയാ നമുക്ക് സുഖിക്കാനുള്ള അവകാശം, എവിടെയാ നമുക്ക് സുഖിക്കാനുള്ള സ്വാതന്ത്ര്യം, എവിടെയാ നമുക്ക് സുഖിക്കാനുള്ള സ്വാതന്ത്ര്യം? മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ഒരു മഹാനായ ആബിദ് ചെറിയൊരു പർണശാല എത്തിയിട്ട് അത് വിവാഹത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചെറിയ കാറ്റടിച്ചാൽ പൊടിഞ്ഞുകൊണ്ട് ഒരു ചെറിയ പർണശാല, അത് ഇവർക്ക് സുജൂദിൽ കഴിയുകയും നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ എപ്പോ നോക്കിയാലും സുജൂദിലാണ്, എപ്പോ നോക്കിയാലും നിങ്ങൾ ഇബാദത്തിലാണ്, നിങ്ങൾക്ക് കുറച്ച് സുരക്ഷിതമായിട്ടുള്ള ഒരു വീട് എത്തിക്കൂടെ എന്ന് ചോദിച്ചപ്പോ ആ മഹാനായ ആബിദ് നൂഹ് നബി ഇസ്ലാമിനോട് ചോദിച്ചത്രേ, അല്ലയാ നൂഹ് നബി, കൂടി ജീവിച്ചാൽ ഒരു 1200 കൊല്ലം ജീവിക്കും ദുനിയാവില്. ആ 1200 കൊല്ലത്തിനിടയിൽ കൊട്ടാരം കെട്ടാൻ സമയമുണ്ടോ? നമ്മുടെ ജീവിതം ഇവിടെ അല്ലല്ലോ. യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള പാലമല്ലേ ദുനിയാവ്, അതല്ലേ നിങ്ങളെ ഞങ്ങളെ പഠിപ്പിച്ചത്. കൂടി വന്നാൽ ഒരു 1200 കൊല്ലം, ആ 1200 കൊല്ലം കൊട്ടാരം കെട്ടിട്ട് ജീവിക്കാനുള്ള സമയമാണോ? ഒരു ചെറിയ ഷെഡ് കെട്ടിയിട്ട് യഥാർത്ഥ ലോകത്തേക്ക് വേണ്ടി ഒരുങ്ങേണ്ട സമയമല്ലേ എന്ന് അന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുസ് എത്രയാണ്? 1200 കൊല്ലം ഉണ്ടോ? ഇല്ല. ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടി ഒരാൾ ജീവിച്ചത് 200 കൊല്ലം, അതിന്റെ മേലെ ആരും പോയിട്ടില്ല. ഈ ശരീരത്തിൽ ഒരാൾ 200 കൊല്ലം ജീവിച്ചിട്ടുണ്ട്, അവരുടെ കബർ റൗളയുടെ ചാരയാണ്. അതിന് മുമ്പ് ശേഷം അത്ര കൊല്ലം ജീവിച്ച ഒരാളില്ല, ഇനി ജീവിക്കില്ല. ഇപ്പോഴാണെങ്കിലോ മുമ്പ് 70 വയസ്സുള്ള ആളുകളുടെ ആരോഗ്യത്തിൽ 22 വയസ്സുള്ള ആളുകൾക്കില്ല. കാരണം മുട്ടുവേദന തുടങ്ങി, ഊരൊക്കെ നീരിറങ്ങൽ തുടങ്ങി, ചെകിടുവേദന തുടങ്ങി, കേൾവിക്കുറവ് 30-ാം വയസ്സിൽ തുടങ്ങി. അപ്പോ നൂഹ് നബിയെ ഒരു 1200 കൊല്ലത്തിന്റെ കളി കേൾക്കാൻ സുരക്ഷിതമായിട്ടുള്ള വലിയൊരു കൊട്ടാരം വേണോ? ഒരു ചെറിയ പൊളിഞ്ഞു പോകുന്ന ഒരു ചെറിയ ടെന്റ് പോലെ, ആ ടെന്റിനുള്ളിൽ ഇബാദത്ത് ചെയ്യാനല്ലേ 1200 കൊല്ലല്ലേ നമ്മൾ ജീവിക്കുള്ളൂ എന്ന് അന്ന് നൂഹ് നബി അലൈഹി സ്വലാമിനോട് അന്നത്തെ ആബിദ് ചോദിച്ചാൽ, ഈ ഉമ്മത്തിലെ ആബിദീങ്ങളെ ആകാശത്തിന്റെ അമ്പലിക്ക് മുട്ടം കൊടുത്തുയർന്നു നിൽക്കുന്ന പർവ്വത സമാനം അതാ പറന്നു കിടക്കുന്ന സുശക്തമായ കുന്നുമാമലകൾ പോലെയുള്ള കൊട്ടാരങ്ങൾ കെട്ടിയിട്ട് സദാ ആഡംബരത്തിലും പൊങ്ങച്ചത്തിലുമായി പണത്തിന്റെ ദൂർത്തുകൊണ്ട് തമ്മാടിത്തരത്തിന്റെ ഗംഗയില് ഊളാങ്കൂടിയിടുന്ന പ്രിയപ്പെട്ട ധനാഢ്യന്മാരെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ടൊന്ന് ചിന്തിക്കുക. ഞാൻ വലിയ വീട് കിട്ടുന്നവരെ മാത്രം ആക്ഷേപിക്കുകയില്ല. വലിയ വലിയ വീടുകൾ കെട്ടിയിട്ട് ആ വലിയ വീടിനകത്തെ ഹറാമിന്റെ കാഞ്ചന പോലും ഇല്ലാതെ പൂർണ്ണമായ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന സ്വാലീയങ്ങളുണ്ട്. പരിശുദ്ധമായ ദീനിന്റെ കാര്യം വന്നാൽ അള്ളാന്റെ മാർഗത്തിലായി ലക്ഷങ്ങൾ കൊടുക്കുന്നവരില്ലേ? ഇവിടെ സമസ്തയുടെ കീഴിലായി ഇൻഷാ അല്ലാഹ് ഒരു ഹിഫ്ള് കോളേജിന്റെ ആരംഭത്തിന്റെ പദ്ധതി ആവിഷ്കരിച്ചപ്പോ അതിനുവേണ്ടി 14 സെന്റ് കൊടുത്ത പ്രിയങ്കരനായ ആജിക്കയില്ലേ, ബിൽഡിംഗ് കൊടുത്തവരില്ലേ, ഒരു പള്ളിയും ഒരു ചെറിയ കോട്ടേഴ്സുമുള്ള 14ഓളം സെന്റുകൾ ഹരിയായി കൊടുത്തിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരനില് അല്ലാഹുവേ, അദ്ദേഹത്തിന് സ്വർഗീയ ലോകത്തിന് കൊട്ടാരവും പട്ടണവും പകരം കൊടുക്കണേ അല്ലാഹ്. എല്ലാവിധ ശർറിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും ഏഷണിയിൽ നിന്നും ഭീഷണിയിൽ നിന്നും പ്രകോപനങ്ങളിൽ നിന്നും ഫിത്ന ഫസാദിൽ നിന്നും പടച്ചവനെ പെടുന്നതിനുള്ള മരണങ്ങളിൽ നിന്നും അദ്ദേഹത്തെ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അല്ലാഹു സ്വത്ത് കൊടുത്തിട്ട് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഈ എളിമയുള്ള ധനാഢ്യന്മാരില്ലേ, അവരെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ? നാളെ മഹ്ശർ വൻസഭയില് അമ്പലിയാണ് അങ്ങനെയുള്ള സ്വാലിഹായ വലിയെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹ്ശർ വൻസഭയിലെ അമ്പലിയാണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ പണം ചെലവഴിക്കുന്ന സ്വാലിഹായ ധനാഢ്യനെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെയും അതുപോലെ സഹായിക്കുന്ന മുഴുവൻ ആളുകൾ ഉൾപ്പെടുത്തട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. അല്ലാഹു എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. നബിയുൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സുഖങ്ങളിൽ മതിമറക്കുന്നവരെല്ലാവരും ഞാനൊരു ചെറിയ സംഭവം ബർക്കത്തിന് വേണ്ടി നിങ്ങളെ കേൾപ്പിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കളില് അത്യാവശ്യം പണമുള്ള ആളല്ലായിരുന്നു സയ്യിദുൽ ഔലിയാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. പക്ഷേ പണം കിട്ടിയപ്പോ സുഖങ്ങളിൽ മതിമറന്ന നേതാവല്ല.
സുഭിക്ഷമായി കഴിച്ചും കുടുംബത്തിന്റെ വികസനത്തിന് വേണ്ടി അധ്വാനിച്ചുകൊണ്ട് വലിയ കൊട്ടാരങ്ങൾ വാങ്ങി വെക്കുകയും വിശാലമായ തോട്ടങ്ങൾ വാങ്ങി ഉല്ലസിക്കുകയും ചെയ്ത നേതാവല്ല, മറിച്ച് അള്ളാഹു നൽകിയിട്ടുള്ള പണമില്ല, അള്ളാഹുവിന്റെ റസൂലെന്ന് കൽപ്പിച്ച അരയും തലയും മുറുക്കിയിട്ട് വീട്ടിലുള്ളത് മുഴുവനും ദാനം ചെയ്തിരുന്ന മഹാനായ സയ്യിദുൽ ഔലിയായ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെയുള്ള സദസ്സിൽ വെച്ചുകൊണ്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലുള്ള പാവങ്ങളെ കുറിച്ച് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് വിവരം അറിയിച്ചപ്പോ സിദ്ദീഖ് വീട്ടിലേക്ക് ഓടിപ്പോവുകയാ. അല്ലാ, വീട്ടിലുള്ളത് മൊത്തം വിൽക്കുകയാ, പാത്രങ്ങൾ വിൽക്കുകയാ, ചെരുപ്പ് വിൽക്കുകയാ, കുപ്പായം വിൽക്കുകയാ, തുണി വിൽക്കുകയാ, ഉപകരണങ്ങൾ വിൽക്കുകയാ. 80,000 രൂപ കിട്ടി. ആ 80,000 രൂപ മൊത്തം അന്ന് തന്നെ പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച സയ്യിദുൽ ഔലിയായ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ ഇത്ര വലിയ ധർമ്മത്തിലേക്ക് പ്രേരിപ്പിച്ച ഘടകമെന്താ? ആ 80,000 രൂപ കൊണ്ട് ഒരു ടൂർ പോയില്ല, ഒരു വിനോദ സഞ്ചാരം നടത്തിയില്ല. ഈ 80,000 കയ്യിലങ്ങ് കിട്ടിയപ്പോ പടച്ചവൻ നൽകിയിട്ടുള്ള നിഅമത്ത് മറന്നുകൊണ്ട് സുഖിച്ചില്ല. അല്ലാഹുവിന്റെ റസൂൽ ആരൊക്കെയാ എണ്ണി പറഞ്ഞതെങ്കിൽ ആ പാപങ്ങൾക്ക് മൊത്തം അങ്ങ് വിതരണം ചെയ്യുകയാ. തിരിച്ചങ്ങ് വീട്ടിൽ വന്നപ്പോ പള്ളിയിലേക്ക് ഉടുത്തു പോകാൻ തുണിയില്ല, റസൂലുള്ളാഹിനെ കാണാൻ ഉടുക്കാൻ വസ്ത്രമില്ല. അതുകൊണ്ട് 3 ദിവസം പുറത്തിറങ്ങാതെ സയ്യിദുൽ ഔലിയായ അബൂബക്കറിനെ സിദ്ദീഖ് സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് കരയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉള്ളത് മൊത്തം പെറുക്കി വിറ്റിട്ട് റസൂലുള്ളാഹിനെ കാണാൻ പോകാൻ ഉടുക്കാൻ തുണിയില്ലാതെ റസൂലുള്ളാഹിനെ കാണാൻ കഴിയാത്തതിന് 3 ദിവസങ്ങളിലായി വീട്ടിലിരുന്നു കൊണ്ട് പൊട്ടിക്കരയുകയാ. സയ്യിദുൽ ഔലിയായ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിലേക്ക് സിദ്ദീഖിനെ കണ്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ റസൂലുള്ളാഹിന്റെ മുമ്പിൽ സദായിരുന്നു കൊണ്ട് കണ്ണിൽ വെള്ളം നിറക്കുന്ന സിദ്ദീഖ് എന്ന പ്രിയപ്പെട്ട കൂട്ടാളിയെ നിഴലില്ലാത്ത മുത്തനബിയുടെ നിഴലായ വലങ്കയ്യായ സാഹിബായ സിദ്ദീഖുൽ അക്ബറിനെ അന്വേഷിച്ചപ്പോ ആരോ പറഞ്ഞു, നബിയേ അമ്മ സ്വതക്ക കൊടുക്കാൻ ആവശ്യപ്പെട്ടപ്പോ ഉള്ളത് മൊത്തം കൊടുത്തതിന്റെ പേരിൽ അമ്മയെ കാണാൻ വരാൻ കൊടുക്കാൻ തുണിയില്ലാത്തത് കൊണ്ട് വീട്ടിലിരുന്നു കൊണ്ട് കരയുകയാണ് ഹബീബേ. തന്റെ പ്രിയപ്പെട്ട കൂട്ടാളിയായ സിദ്ദീഖ് തന്നോടുള്ള സ്നേഹാധിക്യം കാരണത്താ അല്ലാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ട് ഉള്ളത് മുഴുവനും സ്വതക്ക ചെയ്ത കാരണത്താൽ തന്നെ കാണാൻ കടന്നു വരാൻ തുണിയില്ലാതെ വീട്ടിന്റെ അകത്തളത്തിൽ വെച്ചുകൊണ്ട് കരയുകയാണെന്ന് കേട്ടപ്പോ ഐനൂർ റഹ്മത്തിന്റെ കണ്ണ് നിറയുകയാ, കവിൾത്തടങ്ങളിലൂടെ ചാലിത്തൊഴുകുകയാ. റസൂലുള്ള ഭാര്യമാരെ വീട്ടിലേക്കൊക്കെ പോവുകയാ. എന്തിനു വേണ്ടി? സിദ്ദീഖിന്റെ ഔറത്ത് മറക്കാനുള്ള ഒരു കീറക്കഷ്ണത്തിന് വേണ്ടി ഭാര്യമാരെ വീട്ടിലേക്ക് നടക്കുകയാ. വിശ്വമാന വിമോചകരെ, പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ആമുഖമേ, അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ അന്നബി സല്ലല്ലാഹു അലൈഹി സ്വല്ലവാത്തുല്ലാഹി അലൈഹി വയനാലുൽ ബാറക കുല്ലു മൻ സല്ല അലൈഹി വയനാലുൽ ബാറക കുല്ലു മൻ സല്ല അലൈഹി. മുസ്തഫ
സുദ്ദീഖുൽ അക്ബറിന് ഔറത്ത് മറക്കാനുള്ള ഒരു തുണി കഷ്ണത്തിന് വേണ്ടി തന്റെ ഭാര്യമാരുടെ വീട്ടിലേക്കൊക്കെ കയറി ഇറങ്ങിയ ലോകത്തിന്റെ നേതാവിന് നിരാശ മാത്രമാണ് കിട്ടിയത്. എവിടെയും കൊടുക്കാൻ ഒരു തുണി കഷ്ണമില്ല. ഇതാരാണെന്നറിയോ പെങ്ങളെ? ജബലിനോറും അബൂ ഖുബൈസുമൊക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ കാൽക്കൽ വന്നുകൊണ്ട് ചോദിച്ചില്ലേ, യാ റസൂലല്ലാഹ് അംഗൊന്ന് മൂളിയാ, ഞങ്ങളൊന്ന് സ്വർണ്ണമായി തരാം നബിയേ. ജബൽ ഖുബൈസ് മലയെങ്ങാണ്ടും റസൂലുള്ളാഹിന്റെ മുമ്പില് സ്വർണ്ണമായി കൊടുത്താ ജബലിനോടെന്ന കൂറ്റൻ പർവ്വതം മുത്തുനബിക്കൊന്ന് സ്വർണ്ണമായി മാറിയാൽ പിന്നെ ബൈത്തുൽ മാൽ വേണ്ടല്ലോ. അതൊന്ന് പൊളിച്ചുകൊണ്ട് ഓരോ സഹാബാക്കൾക്ക് ഓരോ കഷ്ണമെന്ന് കൊടുത്താ ലോക ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ മുതലാളിമാർ അസ്ഹാബ് മുഹമ്മദായി മാറുന്നതാ. പക്ഷേ കാൽക്കൽ വന്നിട്ടുള്ള സുഭാഡംബരങ്ങളെ കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് അവര് പുറങ്കാലുകൊണ്ട് തട്ടിമാറ്റിയത് എന്തിനാ? ദുനിയാവ് സുഖിക്കാനുള്ള സ്ഥലമല്ല, രമിക്കാനുള്ള സ്ഥലമല്ല, രസിക്കാനുള്ള സ്ഥലമല്ല. അള്ളാന്റെ പൊരുത്തപ്പെട്ട അടിയാറുകളിൽ സുഖങ്ങളിൽ മതിമറക്കുന്നവരല്ല എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വഹാബാക്കൾ ഇവിടെ തെളിയിക്കുകയാ. പിന്നെ പണമുള്ളവരുടെ പണിയാ ഞാൻ ഈ പറഞ്ഞത്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഉള്ള സമ്പത്ത് മൊത്തം ഹദിയ ചെയ്തിട്ട് സ്വതക്ക കൊടുത്തിട്ട് റസൂലുള്ളാഹിനെ കാണാൻ കൊടുത്തവരാ. ഒരു തുണിയില്ലാത്തതിന്റെ പേരിൽ പുറയിൽ ഇരുന്നു കൊണ്ട് കരയുമ്പോ അല്ലാഹുവിന്റെ റസൂല് ഭാര്യമാരുടെ വീട്ടിലൊക്കെ പോയി എവിടെയും സിദ്ദീഖിനുള്ളൊരു തുണി കിട്ടിയില്ല. അവസാനം തന്റെ പ്രിയപുത്രിയായ അഹ്ലുൽ ബൈത്തിന്റെ അച്ചുതണ്ടായ ഫാത്തിമത്തു സഹ്റത്തു റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് ഐനുർ റഹ്മത്ത് കടന്നു വരികയാ. ഫാത്തിമ, മോളെ ഫാത്തിമ, ഒരു തുണിയുണ്ടോ മോളെ? മോളെ ഫാത്തിമ, ഒരു തുണിയുണ്ടോ? നിങ്ങൾ ചിന്തിക്കണം, ആരാണ് ഈ തുണി പോയി അന്വേഷിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് തുണി? നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാണ്ട്. പൊതുവെ എന്റെ പ്രസംഗം ഇരുന്നിട്ടായിരിക്കും, ഇരുന്നാലും എനിക്കൊന്ന് മനസ്സിലാക്കുള്ളൂ. ഇവിടെ എന്താ ഓപ്പറേറ്റർ ഇവിടെ ഒന്ന് തുറന്നില്ലാത്ത പോലെ തോന്നുന്നുണ്ട്. അപ്പൊ ഞാനൊന്ന് ഇരിക്കുകയാണ്. ഇരുന്നിട്ട് പ്രസംഗിക്കുമ്പോൾ എനിക്കൊന്നും കൂടി മനസ്സിലാക്കിക്കാണെങ്കിൽ ശക്തമായ പണിയും തലവേദനയൊക്കെ എന്റെ ശരീരം നോക്കാതെ ഞാൻ പ്രസംഗിക്കുന്നത്. കാരണം എന്റെ പണി നിങ്ങൾ അറിയില്ല. ഞാൻ എന്തെങ്കിലും മന്ത്രിച്ചു പോയെങ്കിൽ പറയും അത് വേണമെന്നും അറിയില്ല എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ഞാനെന്നെ ഇരിക്കും. നിങ്ങൾ നേരത്തെ ഇരിക്കുന്നതോട് പിന്നെ ക്ഷമിക്കണം എന്നോട് പറയേണ്ട ആവശ്യമില്ല. നമ്മളൊക്കെ ഇരിക്കുന്നവരായി മാത്രമേ. ഞാൻ സ്റ്റേജിൽ ഇരിക്കുന്നതോട് എന്നോട് സംഭവിക്കേണ്ട ആവശ്യമില്ല. കാരണം സ്റ്റേജിലേക്ക് ഞാൻ ക്ഷണിച്ചത് അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ഇരുന്നിട്ട് അവസരം ചിന്തിക്കണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ പോയിട്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ, മോളെ ഒരു തുണിയുണ്ടോ? ആർക്കാണത്? എന്തിനാണത്? റസൂലുള്ളാഹിന്റെ അമ്മോഷൻ. അതിലെ റസൂലുള്ളാഹിന്റെ സ്വഹാബി, ഖുർആനിൽ സ്വഹാബി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരേ സ്വഹാബി മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്മതം കിട്ടിയിട്ട് ഖബറിൽ പോയി കിടന്ന മഹാൻ ആ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വരാൻ തുണി കൊടുക്കാൻ ഇല്ലാത്തതിന്റെ പേരിൽ ഫാത്തിമ ബീവിയുടെ അരികിൽ പോയിട്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുണി ചോദിക്കുകയാണ്, മോളെ ഒരു തുണി ഉണ്ടോ? എന്തിനാപ്പാ? സിദ്ദീഖിന് കൊടുക്കാനാടി മോളെ, എന്നെ കാണാൻ തുണി കൊടുക്കാനില്ലാത്തോണ്ട് പുറയിൽ ഇരുന്നിട്ട് കരയാണ് എന്റെ സിദ്ദീഖ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ബീവിയുടെ കണ്ണെന്ന് നിറയുകയാണ്. എന്തിന്റെ പേരിൽ? രണ്ട് കാര്യം ചിന്തിച്ചിട്ട്. ഒന്ന്, വാപ്പയോടുള്ള അങ്ങേയറ്റം
പറഞ്ഞപ്പോഴേക്ക് എല്ലാം മറന്ന് സ്വതക്ക ചെയ്ത സുദീഖിന്റെ മനോവീര്യം ഓർത്തുകൊണ്ട് രണ്ടോ ആ സുദീഖിന് ഉടുക്കാൻ തുണി കൊടുക്കാൻ വീട്ടിലില്ലാത്തതിന്റെ പേരിൽ ഫാത്തിമ മോള് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് പോയപ്പോ ഫാത്തിമ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കുകയാ. അല്ലാഹുവിന്റെ കലാം മനഃപ്പാഠമാക്കുന്ന ഹൃദയങ്ങളെ പോറ്റുന്ന സ്ഥാപനത്തിന് വേണ്ടി സ്വതക്കാക്ക് ആഗ്രഹിച്ച പ്രിയപ്പെട്ട പെണ്ണുങ്ങളെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, ഈ ഫാത്തിമ മോള് നാളെ കടക്കുന്ന പാലാറ് വീഞ്ഞാറ് കളകളാരകമ്പഴേക്ക് ഒഴുകുന്ന സ്വർഗത്തിലുള്ള ഒറ്റമുട്ടിൽ നിർമ്മിക്കപ്പെട്ട മണിമന്ദിരങ്ങളിൽ നിങ്ങൾക്ക് പോയി സുഖിക്കണ്ടേ? അതുകൊണ്ട് വിശുദ്ധമായ ഖുർആനിന്റെ 114 സൂറത്തുകളിൽ പരന്നു കിടക്കുന്ന 6666 ആയത്തുകളിലായി ഒഴുകിക്കിടക്കുന്ന 10,27,000 അക്ഷരങ്ങളില്ലേ, ഒരു അക്ഷരത്തിന് 10 കൂലിയാ. ആ ഖുർആന് നെഞ്ചിലേറ്റുന്ന ഹഫീളെ പോറ്റുന്ന കോളേജിന് വേണ്ടി സംരംഭത്തിന് വേണ്ടി അല്ലാഹുവിന്റെ മാർഗത്തിലായി നിങ്ങൾ ഹദിയ ചെയ്യൂ. കൈവരലിലുള്ള മോതിരങ്ങൾ ഊരിത്തരൂ. കാതിൽ ആടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന കമ്മലൊന്ന് ഊരിത്തരുമോ? കയ്യിലുള്ള വളകളൊന്ന് പൊട്ടിച്ചു തരുമോ? കാലിൽ തിന്നാരം പറയുന്ന പാദസാരം വലിക്കുമോ? കഴുത്തിൽ അടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന മാലയോ അതിന്റെ തലപ്പത്തുള്ള ലോക്കറ്റോ ഒന്ന് പൊട്ടിക്കുമോ? പാതിരാവിന്റെ ഉള്ളവയല്ലേ ദുആ ചെയ്താൽ ഇജാബത്ത് ഉറപ്പുള്ള സ്വർഗീയ ഭൂമികയാകുന്ന ഇൽമിന്റെ മജ്ലിസല്ലേ, ഉത്കൃഷ്ടമായ ലക്ഷ്യത്തിന് വേണ്ടിയല്ലേ. ഒരു കാരക്കയുടെ ചീടുകൊണ്ടെങ്കിലും നരകത്തെ സൂക്ഷിക്കുക എന്ന മുത്തനബിയുടെ ഹദീസിനെ ഒരു സ്വർണ്ണമാല കൊണ്ട് സ്വാഗതം ചെയ്യുന്ന പെങ്ങളുണ്ടോ? ഒരു സ്വർണ്ണമോതിരം കൊണ്ട് സ്വാഗതം ചെയ്യുന്ന പെങ്ങളുണ്ടോ? ഇൻഷാ അല്ലാഹ് ഇവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്യുന്നതാ. അല്ലാഹുവേ, അല്ലാഹുവേ, ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ള സംരംഭത്തിന് സഹായിക്കുന്ന മുഴുവൻ ആളുകളെയോ രണ്ട് ലോകത്തും നീ സഹായിക്കണേ അല്ലാഹ്. ഖൈറും ബർക്കത്തും ചെയ്യണേ അല്ലാഹ്. ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണേ അല്ലാഹ്. രോഗങ്ങളിൽ നിന്ന് ശിഫാ നൽകണേ അല്ലാഹ്. മാരക രോഗങ്ങളിൽ പെടുത്തല്ലേ അല്ലാഹ്. ആഖിറത്ത് നന്നാക്കണേ അല്ലാഹ്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ വാപ്പച്ചിയങ്ങ് ഇറങ്ങിപ്പോയതിനു ശേഷം ചിന്തിച്ചു, സുദീഖിന് ഒന്നും കൊടുക്കാതിരുന്നാൽ മോശമല്ലേ? അവസാനം ഫാത്തിമ ചെയ്തത് എന്താണെന്നറിയോ? അറിയാതെ തന്നെ കല്യാണം കഴിച്ച ദിവസത്തിലായി തന്റെ മണിയറയാകുന്ന ആ മണ്ണുകൊണ്ട് തെരുവി പിടിപ്പിച്ച തിണ്ടില്ലേ, കാറ്റടിച്ചാൽ പൊളിഞ്ഞു പോകുന്ന കുട്ടിപ്പുറയില്ലേ, അതിൽ കൂർത്തു നിൽക്കുന്ന കല്ലിന്റെ മുകളിലായി വിരിക്കാൻ നിശ്ചയിച്ച, വിരിക്കാൻ വേണ്ടി നിർമ്മിച്ച ഈന്തപ്പന നാരുകൊണ്ടുണ്ടാക്കിയിട്ടുള്ളൊരു പായുണ്ട്. അതാണ് അവരുടെ ബെഡ്ഷീറ്റ്. അല്ലാഹ്, ആ പായയിൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ കിടന്നിട്ട് അവരുടെ പുറം അതാ മുറിയായിരുന്നു എന്ന് ചരിത്രം ഉദ്ഘോഷിക്കുകയാ. ആ പായ കൂടി ഇല്ലെങ്കിൽ പിന്നെ കിടക്കാനുള്ളത് ആ കല്ലിന്റെ മേലെയാ. ആ കല്ലിന്റെ മേലെ എങ്ങാനും കിടന്നാൽ എന്നെ തുറഞ്ഞു പോകുന്നതാ. അതൊന്നും ചിന്തിക്കാതെ കല്ലിന്റെ മേലെ ഇടുന്ന ബെഡ്ഷീറ്റായ ഈന്തപ്പന നാരുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള പായയില് അത് സുദീഖിന്റെ വീട്ടിലേക്ക് കൊടുത്തേക്കുകയാ. എന്തിനു വേണ്ടി? സുദീഖിന്റെ ഔറത്ത് മറച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ അരികിലേക്ക് കൊണ്ടുവരാൻ. ഫാത്തിമ ഒരാളുടെ കയ്യിൽ കൊടുത്തു വിടുകയാ. കൂടാതെ ഒരു കത്ത്, അല്ലയോ അബൂബക്കർ സിദ്ദീഖേ, നിങ്ങൾ എന്റെ ഉപ്പായ സ്നേഹിച്ചുകൊണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. നിങ്ങളുടെ കാര്യം ചിന്തിച്ചുകൊണ്ട് എന്റെ കണ്ണിന് വെള്ളം നിറഞ്ഞു. എന്റെ അരികിൽ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക്
തുണിയായി, അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റ് തുണിയായി കൊണ്ട് സ്വീകരിക്കണമെന്ന് പറഞ്ഞ് സിദ്ദീഖ ബെഡ്ഷീറ്റ് അങ്ങ് കിട്ടിയപ്പോ അത് വെച്ചുകൊണ്ട് തുണിയെടുക്കുകയാ. വീട്ടിൽ നിന്ന് റസൂലുള്ളാഹിനെ കാണാനുള്ള അത്യാർത്തി കൊണ്ട് സിദ്ദീഖ് അങ്ങ് പുറത്തിറങ്ങിയിട്ട് നടക്കുമ്പോ, കാലുകൾ പരസ്പരം അകറ്റിയിട്ട് നടക്കുമ്പോ കാലിന്റെ തുടഭാഗം കാണുന്നത് പോലെ, കാരണം ഇത് പായയാ തുണിയായി ഉപയോഗിക്കാൻ പ്രയാസമാ. അതുകൊണ്ട് കാലുകൾ പരസ്പരം വിടർത്തുന്ന സമയത്ത് ഇടയിലൂടെ കാണുന്നത് പോലെ, കാലിന്റെ മുട്ടുഭാഗം കാണുന്നത് പോലെ. ആ സമയത്ത് എന്താ സിദ്ദീഖ് ചെയ്തതെന്നറിയോ? മുള്ളെടുത്തുകൊണ്ട് അടിയിൽ നിന്ന് പരസ്പരം ബന്ധിപ്പിക്കുകയാ. കാട്ടിൽ നിന്ന് മുള്ളെടുത്തുകൊണ്ട് ഫാത്തിമാമോള് കൊടുത്തയച്ച ബെഡ്ഷീറ്റാകുന്ന പായ തുണിയായി ധരിച്ചുകൊണ്ട് പാറിപ്പോകാതിരിക്കാൻ, കാലുകൾ അരിറ്റുമ്പോൾ വിടരാതിരിക്കാൻ മുള്ള വെച്ചുകൊണ്ട് ബന്ധിപ്പിക്കുകയാ. അങ്ങനെ മുള്ള വെച്ച് ബന്ധിപ്പിച്ചുകൊണ്ട് കട്ടപ്പെട്ട് പായ എടുത്തുകൊണ്ട് സിദ്ദീഖ് ഇലാ ഹളറത്ത് റസൂലില്ലാഹ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് സിദ്ദീഖ് അങ്ങ് ഇറങ്ങിയ സമയത്ത് ഫനസലൽ അമീൻ മലക്ക് ജിബ്രീൽ സിദ്ദീഖ് റളിയല്ലാഹു വീട്ടിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നു. ഒരു ബക്കറ്റ് എല്ലാ സ്ഥലങ്ങളിലും കറങ്ങുന്നുണ്ട്. പരമാവധി എല്ലാവരും അള്ളാന്റെ ദീനിന് വേണ്ടിയാണ് നല്ലൊരു കൂട്ടത്തിൽ സഹായിച്ചത് അള്ളാഹു സഹായിക്കട്ടെ. കൂട്ടത്തിൽ എല്ലാവർക്കും കവറിംഗ് വിതരണം ചെയ്യുന്നുണ്ട്. നാളെ മജ്‌ലിസിന് തൊട്ടുള്ള ആ ശാസ്ത്രി വെച്ചുകൊണ്ട് പ്രത്യേകമായി ദുആ ചെയ്യും. ഇങ്ങനെ തെങ്ങുവാക്കവയുടെ പ്രഭാഷണമായിരിക്കും. അതുകൊണ്ട് ഗംഭീരമായ ദുആയുടെ ഭാഗങ്ങൾ നടക്കാറുള്ളതാണ്. നാളെ വരുന്ന സമയത്ത് ആ കവറിൽ നിങ്ങൾക്ക് ഇതും കൂടി പറ്റുന്ന രൂപത്തിലുള്ള വലിയ വലിയ സംഖ്യകളൊക്കെ കൊടുത്തിട്ട് നിക്ഷേപിച്ചുകൊണ്ട് നിങ്ങളുടെ മുറാദുകൾ ഒക്കെ എഴുതി അല്ലെങ്കിൽ കൽബിൽ നിയത്ത് വെച്ചുകൊണ്ട് സംഖ്യ നിക്ഷേപിച്ചുകൊണ്ട് കൊടുത്തയക്കണമെന്ന് പ്രത്യേകമായി സ്നേഹബുദ്ധിയ വളരെ ബഹുമാനത്തോടുകൂടി ഉണർത്തുകയാണ്. അള്ളാഹു ഹൈറായ കാര്യത്തിൽ സഹായിച്ചവരെ രണ്ട് ലോകത്തും അള്ളാഹു സഹായിക്കട്ടെ. സിദ്ദീഖ് റളിയല്ലാഹു തആലയുടെ വീട്ടിൽ നിന്ന് മുള്ള് ബന്ധിപ്പിച്ചുകൊണ്ട് തുണി കാല് വിടക്കുന്ന സമയത്ത് പാറിപ്പോകാതിരിക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ വേണ്ടി മുള്ളുകൊണ്ട് ഘടിപ്പിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി ഇറങ്ങിയ ഉടനെ ഫനസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുസ്തഫ നബിയുടെ മുമ്പിലേക്ക് ഇറങ്ങിയിരിക്കുക. എങ്ങനെ ഇറങ്ങിയെന്നറിയോ? ഈത്തപ്പന നാരുകൊണ്ടുള്ള പായ കൊണ്ട് തുണി എടുത്തിട്ട് മുള്ളുകൊണ്ട് ബന്ധിപ്പിച്ചിട്ട് ജിബ്രീൽ കഷ്ടപ്പെട്ടുകൊണ്ട് കാല് മെല്ലെ മെല്ലെ അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം ആദ്യമായിട്ടാണ് അങ്ങനെ റസൂലുള്ളാഹിന്റെ അരികിലേക്ക് വരുന്നത്. ഏത്? ഈത്തപ്പന നാരുകൊണ്ട് ഉണ്ടാക്കിയ പായ കൊണ്ട് തുണി എടുത്തിട്ട് ആ തുണി പാറി പോകാതിരിക്കാൻ വേണ്ടി മുള്ളുകൊണ്ട് ഘടിപ്പിച്ചിട്ട് വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് അള്ളാന്റെ ഹബീബിന്റെ അരികിലേക്ക് ജിബ്രീൽ ഇറങ്ങി വന്നപ്പോ മുസ്തഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതപ്പെട്ടു. എന്താ ജിബ്രീലിനെ കാണുന്നത്? എന്തെങ്കിലും ഇങ്ങനെ ജിബ്രീൽ ഇസ്ലാമിന് തുണിക്ക് പണിയില്ലല്ലോ, കുപ്പായത്തിന് കുറവില്ലല്ലോ, ഏത് കിട്ടുന്നല്ലേ? പല പ്രാവശ്യം റസൂലുള്ളാഹിന്റെ അരികിലേക്ക് ശുഭവസ്ത്രധാരിയായി ഇറങ്ങി വന്ന ആളല്ലേ മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ. പക്ഷെ ഇപ്പൊ ഇറങ്ങി വരുന്നത് ഈത്തപ്പനാരുകൊണ്ട് പായ ഉണ്ടാക്കി ആ പായ കൊണ്ട് തുണിയിട്ടിട്ട് അത് മാറാതിരിക്കാൻ വേണ്ടി മുള്ളുകൊണ്ട് പരസ്പരം ബന്ധിപ്പിച്ചിട്ട് കഷ്ടപ്പെട്ട് ഒരു കാല് വെച്ച് മറ്റേ കാല് കഷ്ടപ്പെട്ട് വെച്ച് ഇലാ ഹദ്റത്ത് റസൂലില്ലാഹി മുസ്തഫ നബിയുടെ അരികിലേക്ക് വന്ന് ജിബ്രീൽ നോക്കിയിട്ട് അള്ളാന്റെ ആള് വെച്ച് എന്താണെന്ന് വെച്ചു. അപ്പൊ ജിബ്രീൽ ഇസ്ലാം പറഞ്ഞു, എന്താണ് എന്നോട് ചോദിക്കുന്നത്? നിങ്ങളെ സിദ്ദീഖിനോട് ചോദിച്ചു. എന്താണ് എന്നോട് ചോദിക്കണ്ട, അത് സിദ്ദീഖിനോടൊന്ന് അന്വേഷിക്കൂ യാ റസൂലല്ലാഹ്. നബിയേ, അല്ലാഹു ധാരാളം സമ്പത്ത് കൊടുത്തിട്ട് അള്ളാഹിനോടും അമ്മയോടുമുള്ള സ്നേഹത്തിന്റെ പേരില് സിദ്ദീഖ് കയ്യിലുള്ളത് മുഴുവനും ഒന്ന് ധർമ്മം ചെയ്തിട്ട് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കട്ടപ്പെട്ട് അമ്മയുടെ മുഖം കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് വീട്ടിലിരുന്ന് കരഞ്ഞത് അള്ളാഹു കണ്ടിരിക്കുന്നു നബിയേ, അവന്റെ മലക്കുകളൊക്കെ അറിഞ്ഞിരിക്കുന്നു നബിയേ. ആ സിദ്ദീഖിന് അവസാനം അമ്മയുടെ മകളാകുന്ന ഫാത്തിമ കൊടുത്തയച്ച ഈത്തപ്പന നാരിന്റെ ബെഡ്ഷീറ്റ് കൊണ്ട് സിദ്ദീഖ് അങ്ങ് തുണിയെടുത്തപ്പോ ആകാശലോകത്തുള്ള മലക്കുകളൊക്കെ സിദ്ദീഖിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് സിദ്ദീഖിനെ അനുകരിച്ചുകൊണ്ട് തുണിയെടുത്തതാണ്. ആദ്യമായി സിദ്ദീഖിനെ അനുകരിച്ചുകൊണ്ട് ആകാശലോകത്തിൽ നിന്ന് അങ്ങനെയുള്ള തുണിയെടുത്തത് ഞാനാണ് നബിയേ. അതുകൊണ്ട്
അതുകൊണ്ട് സദ്യക്ക് എത്തുന്നതിന്റെ മുമ്പേ ഞാനൊന്ന് എത്തിയതാണ്. അള്ളാഹു നിങ്ങളോടൊരു കാര്യം സദ്ദീഖിനോട് ആവശ്യപ്പെടാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സദ്ദീഖിനെ കുറിച്ച് കേട്ടപ്പോ കണ്ണീര് വാർത്തുകൊണ്ട് ചോദിച്ചു, എന്താണ് ജിബ്രീൽ നബിയേ ഇങ്ങനെ തുണിയെടുത്തുകൊണ്ട് സദ്ദീഖ് അങ്ങയുടെ അരികിലേക്ക് ഇപ്പോൾ എത്തുന്നതാ? അങ്ങനെ എത്തിയാ അങ്ങൊരു കാര്യം ചോദിക്കണം നബിയേ, സദ്ദീഖിന് അള്ളാഹയോട് ഒരല്പമെങ്കിലും സ്നേഹം കുറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെയുള്ള പരീക്ഷണത്തിന്റെ പ്രയാസത്തിന്റെ കൈപ്പനീര് കുടിപ്പിച്ച കാരണത്താൽ സദ്ദീഖിന്റെ മനസ്സിൽ അള്ളാഹു നൽകിയ പരീക്ഷണം കാരണത്താൽ ഒരു സ്വല്പമെങ്കിലും വിഷമമുണ്ടോ? അതോ അള്ളാഹുവിനെ കുറിച്ച് പൂർണ്ണമായി സദ്ദീഖ് തൃപ്തനാണോ എന്ന് വന്നാൽ അങ്ങയോട് ചോദിക്കാം. എന്നോട് അള്ളാഹു ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്പം കഴിയേണ്ട താമസം റസൂലുള്ളാഹിനെ അത്ഭുതപ്പെടുത്തിയിട്ട് ജിബ്രീൽ വന്നതുപോലെ സദ്ദീഖ് ഈത്തപ്പന നാരുകൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ പായ കൊണ്ട് തുണിയെടുത്തിട്ട് റസൂലുള്ളാഹിന്റെ ഹദറത്തിലേക്ക് വന്നപ്പോ ഐനു റഹ്മത്തിന്റെ കണ്ണ് നിറയുകയാ. സദ്ദീഖിനെ വാരിപ്പുറത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് ചുംബിക്കുകയാ. രണ്ടുപേരും അടച്ചുകൂട്ടി കരയുകയാ. പുറമൊഴിഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, സദ്ദീഖേ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു പ്രയാസത്തിലും പരീക്ഷണത്തിലും പെട്ട കാരണത്താൽ നിങ്ങൾക്ക് അല്ലാഹുവോട് ഒരല്പമെങ്കിലും വിഷമമുണ്ടായോ, അല്ലെങ്കിൽ സ്നേഹത്തിന് മങ്ങലേറ്റോ എന്ന് അല്ലാഹു അങ്ങയോട് ചോദിക്കാൻ എന്നെ ഏൽപ്പിച്ചതാണ് എന്നങ്ങ് റസൂലുള്ളാഹി ചോദിക്കേണ്ട താമസോ എങ്ങനെടിച്ചുകൊണ്ട് കൊച്ചുകുട്ടിയപ്പോൾ ഐനു റഹ്മത്തിന്റെ മുമ്പിൽ സദ്ദീഖ് പൊട്ടിക്കരഞ്ഞ് മേലോട്ട് മുടിമുത്തിയിട്ട് പറയുകയാ, അല്ലാഹുവേ റളീതു അൻക, എനിക്കൊരൽപ്പം സ്നേഹക്കുറവില്ലാതെ ഞാൻ പൂർണ്ണമായും നിന്റെ എല്ലാ പരീക്ഷണങ്ങളെയും പ്രയാസങ്ങളെയും പാദക്കെട്ടുകളെയും പൂമാല പോലെ നിനക്ക് വേണ്ടി എന്റെ ഹബീബിന് വേണ്ടി സ്വീകരിക്കാൻ തയ്യാറാ. അല്ലാഹുവേ സുഖങ്ങളിൽ മതിമറക്കുന്നത് എന്റെ സ്വഭാവമല്ല. അങ്ങനെ ഒരു സ്വഭാവം നീ എനിക്ക് തന്നിട്ടില്ല. മേലാൽ തരരുത് റബ്ബേ. ഈ പരീക്ഷണമല്ല നിന്റെ തൃപ്തിക്ക് വേണ്ടി പൂമാല പോലെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് റബ്ബേ എന്ന് സദ്ദീഖ് അങ്ങ് പറഞ്ഞെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കാരണവന്മാര്, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, നമുക്ക് പ്രയാസമുണ്ടോ? വിശുദ്ധമായ ഖുർആൻ ചോദിച്ചില്ലേ, ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമാ ഫയഖൂലു റബ്ബി അക്രമൻ വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖാ ഫയഖൂലു റബ്ബി അഹാനൻ. നമ്മുടെ അവസ്ഥ എന്താ? അല്ലാഹു നമ്മുടെ മകനെ ഗൾഫിലേക്ക് വിസ എടുത്തു തന്നാൽ ഗൾഫിൽ പോയിട്ട് അവിടെ അറബിയുടെ മജ്ലിസിൽ ജോലി കിട്ടിയാൽ ഔഖാഫിന്റെ മുദീറായ ലക്ഷങ്ങൾ വാരുന്ന അതാ സമ്മാനം തന്ന ലക്ഷങ്ങൾ വാരുന്ന വലിയ ശമ്പളക്കാരനായ വേദനം പറ്റുന്ന സൗഭാഗ്യത്തിലേക്ക് കരകയറിയ നമ്മളോട് സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നവരോട് നമ്മൾ പറയോ, ഇപ്പൊ വല്ലാത്ത ബറക്കത്തിലാ, വല്ലാത്ത നിഅമത്തിലാ, വല്ലാത്ത റഹ്മത്തിലാ. മകന്റെ ശമ്പളം അങ്ങ് പകുതി വെട്ടിക്കുറച്ചാ, ജോലിഭാരം കൂട്ടിക്കൊടുത്താ, ഇതേ ആളുകൾ നമ്മളോട് ചോദിക്കുകയാ എങ്ങനെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിച്ചാ, പിന്നെ ചോദിച്ചവരോട് ഇല്ലായ്മയും എല്ലായ്മയും പറഞ്ഞിട്ട് പടച്ചവന്റെ നിയമത്തെ മറന്നുകൊണ്ട് മുസീബത്ത് മാത്രം ഓർത്തുകൊണ്ട് പരീക്ഷണങ്ങളെ അതിജയിക്കാൻ കഴിയാതെ തവക്കുലില്ലാതെ ഈ സംസാരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പരലോകത്ത് സ്വർഗത്തില് ഈ സദ്ദീഖിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, അതാ ഭർത്താവ്
കാത് നഷ്ടപ്പെട്ടതിന്റെ പേരില് എത്ര പെങ്ങന്മാരാ വിഷഗുളി കഴിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്തത്. സ്വന്തം മകനെ മാറാവ്യാധി പിടിവിട്ടുകൊണ്ട് മാറൂല്ല എന്ന് വിശ്വസ്തരായ ഡോക്ടർമാര് പറഞ്ഞപ്പോ എത്ര പേരാ ട്രെയിനിന് ചാടിയിട്ട് തലകൊടുത്ത് സല്യൂട്ട് ചെയ്തുകൊണ്ട് പരലോക പൗരത്വം സ്വീകരിച്ചവർ എത്രയാ. എന്തിനേറെ പറയുന്നു, മകനെ എസ്എൽസിക്ക് തോറ്റപ്പോ കുടുംബസമേതം ആത്മഹത്യ ചെയ്തവരില്ലേ. ആൺകുഞ്ഞിനെ കാണാൻ കൊതിച്ചുകൊണ്ട് സ്കാനിങ്ങിൽ പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞപ്പോ കിണറ്റിൽ ചാടികൊണ്ട് ആത്മഹത്യ ചെയ്ത ഗർഭിണിയില്ലേ. പൊന്നുമോളെ പൊന്നുമോനെ, എന്നോട് തന്നെ ഒരു പ്രിയപ്പെട്ട സഹോദരി വിളിച്ചു പറഞ്ഞു, ഉസ്താദേ നിങ്ങളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഞാൻ എല്ലാ ആളും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവളാ. ഒരുപാട് ആളുകളുടെ സദസ്സിലേക്ക് ആയിരങ്ങളായി നേർച്ചയാക്കിയിട്ട് അവസാനം 18 കൊല്ലങ്ങൾക്ക് ശേഷം എനിക്കൊരു ഗർഭമുണ്ടായി ഉസ്താദ്. 8ാം മാസം ഗർഭത്തിലുള്ള കുഞ്ഞങ്ങ് മരിച്ചുപോയി. എന്താണ് അല്ലാഹു എന്നെ ഇങ്ങനെ പരീക്ഷിച്ചത് എന്ന് മുറവിളി കൂട്ടി എന്നോട് ചോദിച്ചൊരു പെങ്ങളെ ഞാൻ ഓർക്കുകയാ. ഞാനപ്പോൾ ഫോണിലൂടെ ഒരു ഹദീസ് പറഞ്ഞു കൊടുത്തു. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എനിക്ക് ഈമാനുണ്ടോ, ഇഖ്ലാസ് ഉണ്ടോ, ഏത് മുസീബത്തും ഖൈറിലാണെന്ന് കരുതിക്കോ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഗർഭാശയത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന പിഞ്ചു കുഞ്ഞ് ദുനിയാവിലേക്ക് വരുന്നതിന്റെ മുമ്പ് ഉമ്മാന്റെ ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് മരിച്ചു പോയാ ഈ കുട്ടിയോട് നാളെ സ്വർഗത്തിൽ കടക്കാൻ പടച്ച തമ്പുരാൻ ആവശ്യപ്പെടുമ്പോ നീണ്ട പൊക്കിൽ കൊടിയുമായി ഈ കുട്ടി സ്വർഗത്തിന്റെ വാതിലിലേക്ക് അടുത്ത് വരുന്നതാ. പൊക്കിൽ കൊടി മുറിക്കപ്പെടാത്ത പയ്യനല്ലേ. ആ പൊക്കിൽ കൊടിയിലൂടെയല്ലേ ഉമ്മാന്റെ ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് ഉമ്മാന്റെ ശരീരത്തെ ചൂഷണം ചെയ്തുകൊണ്ട് പോഷകങ്ങള് ഊറ്റിക്കുടിച്ച് തടിമാടയവനായവനെ. എങ്ങനെയാ ഉമ്മാനെ ഇന്ന് മറക്കുന്നത്, എങ്ങനെയാ ഉമ്മാനെ ഇന്ന് ചവിട്ടുന്നത്. ഇന്നൊരു ഉമ്മ എന്നോട് വിളിച്ചു പറഞ്ഞു, എന്റെ മകനതാ കല്യാണം കഴിച്ചിട്ട് എന്നെ തട്ടുകയാ, എന്നെ വൃദ്ധസദനത്തിലേക്ക് വരെ കൊണ്ടുപോകാനെന്ന് ഗൂഢാലോചന നടത്തുകയാ. അതാ നല്ല മനസ്സിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്ന്. പൊന്നുമോനെ, 9 മാസമുള്ള നീ കടന്നതിന്റെ ഉമ്മായുടെ ഗർഭാശയത്തിലല്ലേ. അങ്ങനെ ഉമ്മായുടെ ഗർഭാശയത്തിൽ കിടന്നുകൊണ്ട് ഇന്റെ പൊക്കിൽ കൊടിയിലൂടെ വലിച്ചെടുത്തുകൊണ്ട് ഉമ്മാന്റെ പോഷകം ചൂഷണം ചെയ്ത് തടിമാടമായവല്ലേ. ആ തടിമാടയാവാൻ ഈ പോഷകം വലിച്ചെടുത്തതിന് നിനക്ക് ബില്ല് കെട്ടാ നിന്റെ തോട്ടങ്ങൾ വിറ്റാലും കഴിയൂല. അന്ന് ഉമ്മാന്റെ ഗർഭാശയത്തിൽ മാസങ്ങളായി കിടന്നതിന് വാടക കെട്ടാ നിന്റെ ജ്വല്ലറി വിറ്റാലും നടക്കൂല. ആ ഉമ്മാനെ നീ ആരോഗ്യവാനായി, നിനക്ക് പണമായി, നിനക്ക് കല്യാണം കഴിച്ചു കുട്ടികളായി, ഉമ്മാന്റെ പല്ലങ്ങ് പോയിട്ട് മോണമായ അതാ മോണ പോയ വായ തുറന്നുകൊണ്ട് ചിരിക്കുന്ന ഉമ്മാനെ കണ്ടപ്പോ നെറ്റി ചൊടിച്ചുകൊണ്ട് നോക്കുന്ന നന്ദികെട്ട കശ്മലനായ പ്രിയപ്പെട്ടവന് നിനക്ക് നന്ദിയുണ്ടോ? ആ ഉമ്മാന്റെ ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് മരിച്ചുപോയ ഗർഭസ്ഥ ശിശുവിനെ നീണ്ടു കളിക്കുന്ന പൊക്കിൽ കൊടിയുമായി അവനതാ സ്വർഗത്തിന്റെ വാതിലിന്റെ ചുറ്റുഭാഗം കറങ്ങുകയാ. സ്വർഗത്തിലേക്ക് കയറുന്നില്ല, അല്ലാഹു കയറാൻ വേണ്ടി പറഞ്ഞിട്ട് കയറുന്നില്ല. നീണ്ട പൊക്കിൽ കൊടിയുമായി സ്വർഗത്തിന്റെ വാതിലിന്റെ അവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ശിശുവിനോട് മലക്കുകൾ വഴി അല്ലാഹു ചോദിക്കുന്നു, എന്താ കയറാത്തതെന്ന് ചോദിക്കാൻ. ഉമ്മാന്റെ ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് മരിച്ചുപോയ പ്രിയപ്പെട്ട ചെറിയ കുട്ടിയില്ലേ, ദുനിയാവ് കാണാത്ത ശിശുവില്ലേ, ആ ശിശുവതാ പറയുന്നു, റബ്ബേ ഞാനെന്റെ ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് മരിച്ചതാണെങ്കിൽ ആ ഉമ്മാനെ എനിക്ക് കാണിച്ചു തരണം അല്ലാ. ആ ഉമ്മാനെ കാണാതെ ഞാൻ സ്വർഗം കാണൂല എന്നീ ശിശു സ്വർഗത്തിന്റെ വാതിലിൽ വെച്ചുകൊണ്ട് വാശി പിടിക്കുമ്പോ ഏതൊരു ഗർഭാശയത്തിൽ വെച്ചുകൊണ്ടാണോ ആ പ്രിയപ്പെട്ട കുഞ്ഞ് മരിച്ചതെങ്കിൽ ആ ഉമ്മാനെ ഇവിടെ സംഘടിപ്പിക്കുകയാ. അല്ലാ അല്ലാ, ആകാശഭൂമിയിലേക്ക് പരിശാലതയുള്ള സ്വർഗീയ പൂങ്കാവനത്തിന്റെ പരിശാലമായ കൊട്ടാരത്തിന്റെ വിശാലമായ കവാടത്തിലേക്ക് ആ കുട്ടിയെ ഗർഭത്തിൽ പോറ്റി വളർത്തിയ ചുമന്ന് പ്രയാസപ്പെട്ട് വഹിച്ചു നടന്ന പ്രിയപ്പെട്ട ഉമ്മയില്ലേ, ആ കുഞ്ഞ് ഗർഭത്തിൽ വളരുന്നതിന്റെ പേരില് കാലിലേക്ക് നീരിറങ്ങിയ പെണ്ണില്ലേ, കടത്തത്തിന്റെ സ്ഥിതി മാറ്റിയ ഉമ്മയില്ലേ,
രോഗത്തിന്റെ രൂപം മാറ്റിയ ഉമ്മയില്ലേ, ആ ഉമ്മാനെ ഈ ശിശുവിന്റെ അരികിലേക്ക് പടച്ചവൻ കൊണ്ടുവരികയാ. എടമോനെ, എടമോളെ, ഇതാണ് നിന്റെ ഉമ്മ എന്ന് പറയുമ്പോ തന്റെ പൊക്കിൾ കൊടിയില്ലേ, ആ നിന്റെ പൊക്കിൾ കൊടി ഉമ്മാന്റെ കഴുത്തിലേക്ക് അങ്ങിട്ടിട്ട് ചുറ്റുകയാ. എന്നിട്ട് ഈ പൊക്കിൾ കൊടിയുമായി ഗർഭസ്ഥ ശിശുവായി മരിച്ചുപോയ പ്രിയപ്പെട്ട ഈ ശിശുവില്ലേ, ഉമ്മാന്റെ ശരീരത്തെ പൊക്കിൾ കൊടി കൊണ്ട് ചുറ്റി മാറ്റിയിട്ട് ആ പൊക്കിൾ കൊടി കാരകെട്ടി വലിക്കുമ്പോൾ ഉമ്മാന്റെ സ്വർഗത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നതാ. എന്ന് തെറ്റാത്ത നാക്കിന്റെ മുത്തേ നബിയുനാ മുഹമ്മദ് മുസ്തഫ പതിരാവിന്റെ ഉള്ളറയില് സമസ്തയുടെ മക്കൾ സംഘടിപ്പിച്ച പരിശാലമായ സദസ്സിലിരുന്ന് ഈ പാവപ്പെട്ട മുതാലിമിന്റെ അക്ഷരങ്ങള് പരിഗണിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട പെങ്ങളെ, ദുനിയാവ് സുഖിക്കാനുള്ളതല്ല, പരീക്ഷണത്തിന്റെ പോർക്കളമാണ്. പിടിച്ചു നിൽക്കാൻ തവക്കുലും സ്വബറും അത്യാവശ്യമാണ്. പിടിച്ചു നിൽക്കാൻ തവക്കുലും സ്വബറും അത്യാവശ്യമാണ്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, എനിക്ക് സമയമില്ല. ഇവിടെ നമ്മള് ഇഫ്ദ് കോളേജിന് വേണ്ടി വാക്തത്തിന്റെ കാശ് ഇപ്പോൾ തന്നെ തന്നോളണമെന്നില്ല, ഒരു കൊല്ലത്തിനിടയിൽ തന്നാൽ മതി എന്നാണ് പ്രിയപ്പെട്ട സംഘാടകർ എഴുതുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് അതിന്റെ ആരംഭമാണ്. നാളെ പ്രിയ സുഹൃത്ത് എതിർവാക്കോടെ വരുന്നോണ്ട് ഒരു മാരക പിരിവ് ഞാൻ നടത്തുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അവരാരെങ്കിലും പിറ്റേന്ന് വരികയാണെങ്കിൽ പിരിവിന് ഞാൻ അത്ര അധ്വാനിക്കലില്ല, നാളെ കൊടുക്കണമെന്ന് പറയാറുള്ളൂ. പക്ഷെ ഇന്നൊന്ന് ഉദ്ഘാടനം ചെയ്യണമെന്നില്ല. നിങ്ങളുടെ നാട്ടിലേക്ക് കോളേജിന് വേണ്ടിയാണ്, എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയോ ആരെങ്കിലും കോളേജ് തുടങ്ങുമ്പോൾ അവർക്ക് മറുപടിക്ക് വേണ്ടി കോളേജ് തുടങ്ങുന്നതൊന്നുമല്ല. അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി ആഫ്രീങ്ങളായ കുറെ മക്കളെ ഇറങ്ങാൻ അള്ളാന്റെ കലാമഹിം കൽബിൽ വഹിച്ച ഒരുപാട് പണ്ഡിതന്മാരെ, വിദ്യാർത്ഥികളെ, ഒരുപാട് സ്വാലിഹ്യങ്ങൾ വാർത്തെടുക്കുന്നതിലേക്ക് നിങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള സാമ്പത്തികമായ വിഭവത്തിൽ നിന്ന് ഈ പാതിരാവിന്റെ ഉള്ളറയെ സാക്ഷി നിർത്തി നിങ്ങളാൽ കഴിയുന്ന ഒരു സംഖ്യ നിങ്ങൾ ഉദ്ഘാടനം ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ജാരിയായ സ്വതയായി സ്വീകരിക്കട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മറ്റുള്ളവരാൽ കണ്ണടക്കപ്പെട്ടുകൊണ്ട് ഒന്നുമല്ലാത്ത അവസ്ഥയിൽ 3 കഷ്ണം തുണിയിൽ പൊതിയപ്പെട്ടവരായ ഒന്നുമല്ലാത്ത ഭൂമിയിലേക്ക് മണ്ണുകൊണ്ട് രണ്ട് ഭാഗത്തും മണ്ണിന്റെ ഭിത്തി മാത്രമുള്ള, മുകളിൽ മൂടുകല്ല് മാത്രമുള്ള എല്ലാ ഹോൾസുകളും ഉടച്ച മണ്ണുകൊണ്ട് അടച്ചു കൂട്ടിയ, ഇരുട്ടുകൊണ്ട് പെയിന്റിട്ട ഒന്നുമല്ലാത്ത ഇരുട്ടിന്റെ ഗുഹയിൽ നമ്മൾ കവളിൽ നിന്ന് കഫുകൊണ്ട് മാറ്റപ്പെട്ടിട്ട് ഈ കവളങ്ങൾ മണ്ണിലേക്ക് ചേർക്കപ്പെട്ടതായി കിടക്കുമ്പോൾ തുടങ്ങുന്ന അനശ്വരമായ ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ മണ്ണറയാണെങ്കിലും മണ്ണറ മണിയറ പോലെയായി മണവാട്ടി അല്ലെങ്കിൽ മണവാളൻ മണിയറയിൽ സുഖിച്ച് വിശ്രമിച്ച് ശരീരത്തിലേക്ക് ഒരു പോറലും നിൽക്കാതെ അഴുക്ക് വരാതെ ഭൂമത്തയിൽ സുഗന്ധം വീശി കിടക്കും പോലെ കബർ സ്വർഗീയമായ ആരാമമായി മാറി മണ്ണറ മണിയറയായി മാറി ആ മണിയറയിൽ മണവാട്ടിയോ മണവാളനോ വിശ്രമിക്കും പോലെ വിശ്രമിക്കാനുള്ള സൗഭാഗ്യത്തിന് വേണ്ടി പ്രിയപ്പെട്ടവര് നിങ്ങളൊക്കെ കഴിയുന്ന രൂപത്തിൽ സംഭാവന ചെയ്യണം. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് പുതിയ മയ്യത്തുകൾക്ക് വേണ്ടി പഴയ മയ്യത്ത് കബർ മാറുന്ന ഒരു സമ്പ്രദായമുണ്ട്. 20 കൊല്ലങ്ങൾക്ക് മരിച്ചു മറവാടപ്പെട്ട ഒരു പ്രിയപ്പെട്ട പെങ്ങളുടെ കബറിനെ ഒരു പുതിയ മയ്യത്തിനെ ഇറക്കി വെക്കാൻ വേണ്ടി ആ കബറ് പൊളിച്ചുകൊണ്ട് മൂടയിൽ ഉയർത്തിയപ്പോ ഒറ്റ മൂടയിൽ ഉയർത്തിയപ്പോഴേക്ക് കബറിന്റെ അടിയിൽ നിന്നും കസ്തൂരിയുടെ വാസന പുറത്തേക്ക് തള്ളി വന്നു. എന്ന് മാത്രമല്ല, ആ മൂടലിൽ ഊരിയിട്ട് ആ ഊരപ്പെട്ട മൂടലിന്റെ ഉള്ളിലൂടെ നോക്കിയപ്പോൾ മയ്യത്തിനെ ആവരണം ചെയ്തിട്ടുള്ള കഫൻ തുണിയുടെ വെളുവെളുപ്പിന്റെ തുടിതുടിപ്പ് ആ മൂടലിൽ ഊരിയ മനുഷ്യന്റെ കണ്ണിലേക്ക് ആണി തറച്ചു. ഇയാൾ പേടിച്ചുകൊണ്ട് മൂടലിൽ ഊരിയെടുത്തിട്ട് പിന്നെ മയ്യത്തിന്റെ ശരീരത്തിലേക്ക് മൊത്തം മണ്ണ് വാരിയിട്ട് കബർ നിരത്തിയിട്ട് പൂർവ്വസ്ഥയിലാക്കിയിട്ട് ഓടി. ഊരിയെടുത്ത് മൂടലിൽ തിരിച്ച് രണ്ടാമതവിടെ വെക്കാൻ വേണ്ടി മറന്നു. മൂടലിൽ ഊരിയിട്ട് പിന്നെ മണ്ണൊക്കെ കൂടി വാരിയിട്ട് ആ മയ്യത്തിന്റെ ശരീരത്തിലേക്കെല്ലാം പോവാ. ആർക്കറിയാത്തത്? ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ആ മഹലിൽ വിഷയം രഹസ്യമാണെങ്കിൽ ലീക്കായത്, പരസ്യമായി. അപ്പൊ ഊരപ്പെട്ട മൂടല് തിരിച്ചു വെക്കാതെ മണ്ണ് വാരിയിട്ടിട്ട് മയ്യത്തിന്റെ ശരീരത്തിലേക്ക് ഒന്നായിട്ട് മണ്ണ് ജാമായി കിടന്നിട്ടല്ലോ മൂടപ്പെട്ടത്. അതിന്റെ ദീനിയായ എന്തായിരിക്കും? മൂടലില്ലാതെ കബറ് മുഴുവനാക്കിയുള്ള അവസ്ഥ എന്തായിരിക്കും എന്നതൊക്കെ അറിയാൻ അവർ ബഹുമാനപ്പെട്ട ചെറുശ്ശേരിസ്ഥാനിലേക്ക് പോയി. ചെറുശ്ശേരിസ്ഥാനിയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ചെറുശ്ശേരിസ്ഥാൻ പറഞ്ഞു മൂടലിൽ തന്നെ മയ്യത്തിന്റെ അവകാശമാണെന്ന് പറഞ്ഞു. തിരിച്ചവര് ദിവസങ്ങൾക്ക് ശേഷം വന്നു. പിന്നെ മയ്യത്തിന്റെ കബറ് രണ്ടാമത് അവർ തുറന്നു. എന്നിട്ട് ശരീരത്തിലേക്ക് ഒന്നായിട്ട് പൊമിഞ്ഞുകൂടിയിട്ടുള്ള മണ്ണൊക്കെ വാരി എടുത്ത് മൂടലിൽ വെച്ചിട്ട് രണ്ടാമത് മണ്ണിട്ട് മൂടിയപ്പോഴും അതിശക്തമായ കസ്തൂരിയുടെ സുഗന്ധവും ഈ മയ്യത്തിന്റെ
ശരീരത്തിലേക്ക് എത്രയോ ദിവസങ്ങൾ മണ്ണൊന്നായിട്ട് ഇറങ്ങി ജാമായിട്ട് നിന്നിട്ട് ആ മണ്ണിൽ കിടന്നിട്ട് ഈ മയ്യത്ത് ഒരല്പം പോലും ലയിക്കുകയോ ചുരുങ്ങിക്കുകയോ അല്ലെങ്കിൽ അഴുക്ക് വരികയോ അല്ലെങ്കിൽ മുറിവായുകയോ അല്ലെങ്കിൽ ഈച്ച മാറുകയോ ഒരുപാട് ദിവസങ്ങളായി മണ്ണിൽ കുതിർന്ന് കിടന്ന മയ്യത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഒരു മനുഷ്യൻ ജീവിതത്തിൽ തന്നെ മണ്ണ് വാരി കുളിക്കാതെ നടന്നാൽ അവന്റെ ശരീരത്തിൽ അഴുക്ക് പഴകിയ അത് വലിയ വ്രണമായി മാറും. അങ്ങനെയാണല്ലോ കുളിരൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ ആ റൂഹ് പോയ മനുഷ്യന്റെ മയ്യത്ത്, ആ മയ്യത്തായ മനുഷ്യന്റെ ശരീരത്തിലേക്ക് മണ്ണ് വാരിയിട്ടാൽ എന്തായിരിക്കും അവസ്ഥ? പെട്ടെന്ന് ജീർണിച്ചു പോകും, ലയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എന്നിട്ട് പോലും ദിവസങ്ങളായി ജീർണിക്കാതെ ലയിക്കാതെ ആ മയ്യത്ത് ആ ശരീരത്തിന് പോറലേൽക്കാതെ മയ്യത്ത് കബറിൽ കടന്നൊരു അത്ഭുതം. ഒറ്റപ്പാലം ഒറ്റപ്പാലോ നിക്കടി എന്ന് പറയുന്ന സ്ഥലത്ത് എന്നോട് വാതിൽ പോയപ്പോൾ പറഞ്ഞപ്പോ അവിടെയുള്ള ഖതീബിനോട് ഞാൻ ചോദിച്ചു, ആ പെങ്ങളുടെ അവസ്ഥ എന്താ? ഖതീബ് എന്നോട് പറഞ്ഞ് 20 കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ച് മരണപ്പെട്ട പെങ്ങളാ. മദ്രസയുടെ പണി നടക്കുന്ന സമയത്ത് കമ്മിറ്റിക്കാരെ പിരിവിന് പോയപ്പോ അതാ ശരീരത്തിലുള്ള ആഭരണങ്ങൾ മൊത്തം മൂടിയിട്ട് ഒരു എഴുത്തു കൊടുത്തു, എനിക്ക് ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചുകൊണ്ട് കബറിൽ പോയി കിടക്കുമ്പോ എന്റെ ശരീരത്തിലേക്ക് പുഴുക്കൾ കയറാതെ, ശരീരം ജീർണിക്കാതെ, ശരീരം ലയിക്കാതെ പഴയകാലത്ത് മണിയറയിൽ മണവാട്ടിയായി ഞാൻ വിശ്രമിച്ചതുപോലെ എനിക്കൊന്ന് വിശ്രമിക്കണം. അതിനുള്ള ഉദ്ദേശത്തിന് വേണ്ടിയാ ഈ ശരീരത്തിലുള്ള ആഭരണം മൊത്തം ഞാൻ ഊരിക്കൊടുക്കുന്നതെന്ന് പറഞ്ഞ് ശരീരത്തിലുള്ള ആഭരണം മൊത്തം ഊരി കമ്മിറ്റിക്കാരുടെ കയ്യിലേൽപ്പിച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മരിച്ചുപോയ പെങ്ങളാ. എന്നെ കേൾക്കുന്ന പെങ്ങളെ, എന്നെ കേൾക്കുന്ന ഉമ്മ, 20 കൊല്ലം കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയപ്പോ കഫം തുണി ധരിച്ചിട്ടില്ല, തല ചീഞ്ഞിട്ടില്ല, പെട്ടി പൊട്ടിയിട്ടില്ല, പുഴുക്കള് കയറിയിട്ടില്ല, കസ്തൂരിയുടെ സുഗന്ധം തന്നെ. അത് ദുനിയാവിലെ അത്തറല്ല. 20 കൊല്ലം നീണ്ടു നിൽക്കുന്ന വാസനയുള്ള ഒരു അത്തറ നിങ്ങൾ എനിക്ക് കാണിച്ചു തരുമോ? ഒരിക്കലും ഇല്ല. ഇനി മണ്ണിൽ കൊണ്ടുപോയി ഇറക്കി വെച്ച 1 മണിക്കൂർ നിലനിൽക്കുന്ന വാസനയാണെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് പോകുന്നതാ. അപ്പൊ 20 കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിക്കുന്ന ഈ കസ്തൂരിയെ വെല്ലുന്ന സുഗന്ധം ദുനിയാവിലുള്ള അത്തറല്ല. അത് സ്വർഗീയ സ്പ്രേയാണ് മോളെ. ആ സ്വർഗീയ സ്പ്രേ അടിച്ചുകൊണ്ട് കബറാകുന്ന മണ്ണറയിൽ മണവാട്ടി മണിയറയിൽ വിശ്രമിക്കുമ്പോൾ വിശ്രമിക്കാൻ പാതിരാവിന്റെ ഉള്ളറയെ ഞാൻ ഈ പറഞ്ഞ അനുഭവത്തെ സാക്ഷരത്തിയിട്ട് പടച്ചവനെ തവക്കുലാക്കി ഇത്തകുന്നാറവലോ വിശുദ്ധി ഒരു കാരക്കയുടെ ചീടുകൊണ്ടെങ്കിലോ നരകത്തെ നിങ്ങൾ സൂക്ഷിക്കാവുന്ന മുസ്തഫ നബിയുടെ ഹദീസിനെ ഒരു സ്വർണ്ണമോതിരം കൊണ്ട് സ്വാഗതം ചെയ്യുന്ന പെങ്ങളുണ്ടോ? കമ്മൽ കൊണ്ട് സ്വാഗതം ചെയ്യുന്ന പെങ്ങളുണ്ടോ? ലോക്കറ്റ് കൊണ്ട് സ്വാഗതം ചെയ്യുന്ന പെങ്ങളുണ്ടോ? വള കൊണ്ട് സ്വാഗതം ചെയ്യുന്ന പെങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ വേറെ ഒരു പ്രത്യേകിച്ച് ചെയ്യാൻ പോകുന്ന ഒരു സഹോദരൻ ജബ്ബാർ കുഞ്ഞിപ്പള്ളി 3 സ്ഥലത്ത് എല്ലാവർക്കും ചലിക്കുക. ശ്രീ ഖാലിദാരി അയ്യായിരം അല്ലാഹു കബൂലാകട്ടെ.